ഹലോ ഗൈസ്, തുടങ്ങി മാറ്റി പയ്യനെ പൊക്കി എടുത്തിട്ട് ഓക്കെ. പറഞ്ഞു തുടങ്ങടാ. 256 ഇട്ടേക്കാൻ നിനക്ക്. ഹായ്, ഞാൻ വിഷ്ണു. നമ്മളിപ്പോ നിൽക്കുന്നത് വിവേക് എക്സ്പ്രസ്സിലാണ്. വിവേക് എക്സ്പ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ഏറ്റവും തൊട്ടി ട്രെയിൻ എന്നാണ് ആൾക്കാർ പറയാറുള്ളത്. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് വളരെ അങ്ങനെ 2.5 ദിവസത്തിന്റെ ട്രാവലിന് ശേഷം നമ്മള് ഗുവാഹട്ടി എത്താൻ പോവുകയാണ്. 5 മിനിറ്റ് കൂടെ. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് വിഷ്ണു, റഫീഖ്, അനു. ഏറ്റവും വൃത്തിയായിട്ട ട്രെയിനായിട്ട് ആൾക്കാർ പറയുന്ന ഈ വിവേക് എക്സ്പ്രസിനകത്ത് നമ്മള് എത്ര ദിവസം? 3 ദിവസം സർവൈവ് ചെയ്ത് ഇപ്പം ഗുവാഹത്തിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ ചിറാപുഞ്ചി പിടിക്കാനാണ് നോക്കുന്നത്. ആദ്യം ഷില്ലോങ്, അവിടുന്ന് ചിറാപുഞ്ചി, പിന്നെ ബാക്കി നേരെ കാണാം. സ്റ്റേഷനിൽ തെണ്ടി തിരികെയാണ്. വലത്തെ സൈഡിലാണ്, വലത്തെ സൈഡിൽ നോക്കുക. അപ്പൊ നമ്മള് റെസ്റ്റ് റൂമിൽ കയറി ഫ്രഷായി ഗുവാഹത്തി സ്റ്റേഷൻ വിട്ട് നേരെ ടാക്സി പിടിക്കാനായിട്ട് ഷില്ലോങ്ങിലാണ്. ഷില്ലോങ്ങല്ലേ? ഷില്ലോങ്ങിലേക്ക് പോകും. അപ്പൊ നമ്മള് ഗുവാഹത്തിലേക്ക് വന്ന് ഇതൊക്കെയാണ് പ്രശ്നം. ഗുവാഹത്തിയിൽ അവിടെ വന്നിട്ട് ഷെയർ ടാക്സി തപ്പാനായിട്ട് ആശിക്കിനെ വിട്ടിട്ടുണ്ട്. ഷെയർ ടാക്സി പിടിച്ച് എവിടെ പോണ്ടേ? സാധനത്തിന്റെ പേര് ഞാൻ ഇടക്കിടക്ക് മറക്കുന്നു. ഷില്ലോങ്ങില് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ് ആവും. ഇതാണത് വിളിച്ചോണ്ട് വന്നത്. ഒരാൾക്കോ മൊത്തത്തില് 200 ഡിസ്കൗണ്ട് അടിച്ചു തരാന്ന് പറഞ്ഞു. ജസ്റ്റ് ആ ലൊക്കേഷൻ ഒന്ന് കാണിച്ചാ. ഷില്ലോങ് നമുക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? പക്ഷേ ഒരു സാമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് 800 രൂപയ്ക്ക് ഷില്ലോങ് വരെ 92 കിലോമീറ്റർ കൊണ്ടുപോകാൻ. സൈക്കിളാണോന്ന് എനിക്കറിയത്തില്ല, എന്തോ ആണ്. നമുക്ക് നോക്കാം. ഹിന്ദി സംസാരിച്ച അതിനിപ്പം ചേട്ടനെ വിട്ടിരുന്ന് ഓട്ടോ ഓട്ടിക്കുകയാണ്. ഇതാ നമ്മളാ സുമോ ചോദിച്ചപ്പോഴത്തേക്ക്, അവിടെ കിടക്കുന്നതാണ് സുമോ, അത് ചോദിച്ചപ്പോഴത്തേക്കാണ് ഒരാൾക്ക് 300 രൂപ. അതിൻ്റെ കൂടെ അവരുടെ വക ഒരു 10 ആൾക്കാരും കൂടെ ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് ആയിട്ടൊരു വണ്ടി എടുത്ത് പോവുകയാണ്. ഇതാകുമ്പോൾ പെർ ഹെഡ് 500 റുപ്പീസ്. 100 കിലോമീറ്റർ ഉള്ളത് കൊണ്ടിട്ട് നമ്മളെ കുറച്ച് സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഗുവാഹത്തിയിൽ നിന്ന് നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. ഓട്ടോറിക്ഷക്കാരൻ നമ്മുടെ 100 പിടിച്ച് മേടിച്ചു. അയാൾ നമുക്ക് എന്തോ ടാക്സി അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ടാക്സി അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് 10 പേരുള്ള ഒരു വണ്ടി അറേഞ്ച് ആക്കി. 10-നൂടെ ഞങ്ങൾ 14 പേര് ഒരു വണ്ടിക്കകത്ത്. AC ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അവിടെ എത്തി കഴിയുമ്പോൾ നല്ല തണുപ്പാണ്, നല്ല തണുപ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മള് വേറെ വണ്ടി എടുത്തു. അതെ, വേറെ വണ്ടി എടുത്തിപ്പോ അങ്ങോട്ട് ഇപ്പം ടോട്ടൽ 2000 ആവും ഷില്ലോങ് വരെ. 97 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. എന്നോട് കാണിടാ. 2:30 മണിയായതേ ഉള്ളൂ. ക്ലൈമറ്റ് നോക്കി, ക്ലൈമറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. നമ്മള് കാറിൽ കയറിയപ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു ഗുവാഹട്ടിയിൽ. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ലൈറ്റായിട്ട് മഴയും പെയ്തിട്ട് ഫുള്ള് മൂടി ക്ലൈമറ്റ്. അങ്ങോട്ട് ഇനി പോകെ പോകെ ഷില്ലോങ്ങിൽ പോകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് മാറുമെന്നാണ് ഡ്രൈവർ ചേട്ടൻ സുന്നി പറഞ്ഞേക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പെരുന്നാളാണ്, വലിയ പെരുന്നാളാണ്. 2 തെണ്ടികള് വീട്ടിലിരിക്കാതെ അവിടെ നിന്ന് പോർക്ക് ഇന്ന് നാട്ടിൽ അടിക്കുമെന്ന് പേടിച്ച് മേഘാലയ ഗൈസ്, നമ്മള് ഫസ്റ്റത്തെ സ്റ്റേ നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെയാണ്. യൂത്ത് ഹോസ്റ്റൽ മേഘാലയ. ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് റൂമാണ്, ബാത്റൂമാണ്. പറയടാ.
കിടിലൻ റൂമാണ്, ആ ബാത്റൂമാണ്, അതെ തണുത്ത വെള്ളം, ഓക്കെ. ഹീറ്ററിന്റെ ഫെസിലിറ്റി ഉണ്ട്, നല്ല ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പെർ ഹെഡ് വരുമ്പോഴത്തേക്ക് 270 വരും ഡോർമിനേറ്ററി. അല്ലാതെ നമ്മൾ എടുക്കുവാണെങ്കിൽ 4 പേര് എടുക്കാം. ഇതാ ഷിലോങ്ങില് മെയിൻ പോയിന്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലവ് ഷിലോങ്. നമ്മളിപ്പോ വണ്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അറേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൽ നമുക്ക് ആധാറിന്റെ ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഷോപ്പ്. ഇതാണ് നമ്മുടെ മേഘാലയ ഷിലോങ്ങിലെ പോലീസ് ബസ്സാണ്. ഇതൊന്ന് लाइसेंस नहीं है, लाना नहीं है, अभी तक लाइसेंस नहीं आया था, टाइम लगता है आने में। और एक गुटियन में ले लो, मैं पैसे दे दूंगा। नहीं नहीं नहीं, ചിക്കൻ തരിയാണ് ചിക്കൻ താടി. ചിക്കൻ താലിയാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചോക്കെ പറയാം. ഇതാണ് നമ്മുടെ ചിക്കൻ താലി. ഇത്രയും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ കിട്ടും. നമ്മുടെയൊക്കെ നാട്ടില് 4:30 ആകുമ്പോഴത്തേക്ക് എന്താ അവസ്ഥയെന്ന് അറിയാമല്ലോ. ഷിലോങ്ങിലെ അവസ്ഥ എന്താ നമ്മൾ കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഇതാണ് വെളുപ്പിന് 4:30 ആകുമ്പോഴത്തേക്കുള്ള ഷിലോങ്ങിൻ്റെ അവസ്ഥ. നമ്മുടെ നാട്ടിലൊരു 7 മണി ടൈമിൻ്റെ അതേപോലെ. ഗൈസ്, ഇതാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഹോസ്റ്റല്. നമ്മൾ ഇന്നത്തെ ദിവസം പോയിട്ട് വണ്ടി കളക്ട് ചെയ്തിട്ട് നമ്മൾ ചിറാപ്പുഞ്ചി വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇട്ടിരിക്കുക. നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അടുത്തു നിന്നാണ് വണ്ടി റെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോക്കൽ സെറ്റപ്പ് ടൈപ്പ് തന്നെയാണ്, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് വണ്ടി കളക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്നലെ രാത്രി ഒന്ന് പറഞ്ഞത് കൊണ്ടിട്ട് നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ 2 വണ്ടിയാണ് നമ്മൾ റെൻറ്റിന് എടുക്കുന്നത്. ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ഇവിടുത്തെ യൂത്ത് ഹോസ്റ്റലിലെ ഫുഡ്. മാട്ടടിയാണ് ചപ്പാത്തി. മാട്ടടി നല്ല അടിയാണ്. അതെ, only 2 ചപ്പാത്തീസ്. നമ്മളപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നേരെ 7 സിസ്റ്റേഴ്സ് വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്യായ ബ്ലോക്കാണ്, വണ്ടിയെല്ലാം ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. പക്ഷേ ശ്രദ്ധിച്ച കാര്യം കഴിഞ്ഞു പോയി, അത് കാണിക്കാൻ പറ്റിയില്ല. നമ്മളപ്പോൾ യൂത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നേരെ 7 സിസ്റ്റേഴ്സ് വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. 2 സ്കൂട്ടർ റെൻറ്റിന് എടുത്തു. നമ്മൾ 4 പേര്, ബാക്കിലവന്മാരുണ്ട്. നേരെ ചിറാപ്പുഞ്ചി. നമ്മൾ നേരത്തെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത്രയും ബ്ലോക്ക് ഉണ്ടാകണമെങ്കിൽ ഇതിലൊരു കാർ പോലും റൈറ്റ് സൈഡിൽ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഏതാണെന്ന് അറിയാമായിരുന്നു ഇഷ്ടം പോലും. പക്ഷേ സ്കൂട്ടറും ബൈക്കും മാത്രമേ കയറി പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് അവരുടെ സൈഡിൽ തന്നെ വണ്ടി ഇട്ടിരിക്കുന്നത്.
ഇവിടെ മൂഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫ്രണ്ടിൽ 2 സുഹൃത്തുക്കൾ വണ്ടി ഓടിച്ചു പോവുകയാണ്. 1 മിസ്റ്റർ ആഷിഖും 1 മിസ്റ്റർ വിഷ്ണു. ചിറാപുഞ്ചിയിലേക്കുള്ള യാത്രകൾ വളരെ ദുർഘടമായ പാതയാണ്. വിഷ്ണുവിന്റെ വയറ് കണ്ടിട്ട് ആഷിഖ് എന്തോ പറയാണ്ട് വന്നു. ഇന്നലെ ആഷിഖിന്റെ കൂടെയാണ് കിടന്നതെന്നാണ് പറയുന്നത്. രാവിലെ എനിക്ക് വയറ് കയറി. അരെ വാ ക്യാമറ What type of banana is banana? What type? Not right. What name? Banana name. ഉപ്പുണ്ടോ? ഉപ്പുണ്ട്, അരിവുണ്ട്, പുളിയുണ്ട്. എന്റെ ഫോൺ 4 റെയിൻ കോട്ടൊക്കെ മേടിച്ച് നമ്മൾ മഴയത്ത് നിന്ന് 7 റെയിൻ കോട്ടൊക്കെ മേടിച്ച് നമ്മൾ മഴയത്ത് നിന്നിട്ട് വെള്ളം കുത്തി ഒലിച്ച് വീഴുന്നത് കാണാൻ വന്നതാണ്. അപ്പോൾ ഇതിന്റെ പേര് 7 സിസ്റ്റേഴ്സ് വാട്ടർഫാൾസ് എന്നാണ്. പക്ഷേ പെങ്ങന്മാരുടെ എണ്ണം നമ്മൾ എണ്ണി നോക്കിയപ്പോഴത്തേക്കും 10 കാണിക്കുന്നു. 4 പേരെ കെട്ടിച്ച് റഫീഖ് പറഞ്ഞ അവിടെ 2 എണ്ണം വെള്ളം വരുന്നില്ലെന്ന് പറഞ്ഞു. അതെ, അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കി. അത് അങ്ങനെ മൂലക്കാൻ കണ്ടുണ്ട്. ബാക്കി 5-8 പേര് ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു വൃത്തിയുടെ കഥ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. എസ്തറ്റിക്കാണ് എടിക്കടാ അങ്ങോട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ 7 സിസ്റ്റർ വാട്ടർഫാൾസ് കണ്ട് അടുത്ത നമ്മൾ ഏത് കേവാ? ഗുണ കേവ്. അടുത്ത നമ്മൾ ഇതിനകത്ത് നമ്മുടെ ലൊക്കേഷനുള്ള നെക്സ്റ്റ് കേവിലോട്ടാണ് പോകുന്നത്. മോസാമി ആ കേവിലോട്ടാണ് പോകാൻ പോകുന്നത്. കാണാം. ഓക്കെ ഇതാ ഗൈസ്, ഇതാണ് നമ്മൾ കേവിലോട്ട് കയറാൻ പോകുന്ന വഴി. അപ്പൊ നമ്മുടെ എന്തൊരു കേവാ? മോസ്മൈ കേവ്. അഡ്വഞ്ചർ. ഇവിടെ ടിക്കറ്റ് കളക്ട് ചെയ്യാനൊരു അമ്മാനുണ്ട്. എൻട്രൻസ് ടിക്കറ്റ് കൊടുക്കുന്നതിന്റെ കൂടെ മാമ നമ്മളെ ഒന്ന് പെർഫ്യൂം ആക്കി വിട്ടിട്ടുണ്ട്. ചാടി ചാടി പോയിരുന്നു. 5 മണിയൊക്കെ ഇവിടെ നമ്മുടെ കേവിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കേവിന്റെ ഫോർമേഷൻ. എല്ലാവരും ഒരു അഡ്വഞ്ചറിന് റെഡി ആയിട്ട് കൂടെ കുടിക്കും. അടിപൊളി യാത്രയിൽ നമ്മൾ മേഘാലയയിൽ എത്തിയിരിക്കുകയാണ്.
സുഭാഷിനെ തേടിയുള്ള യാത്രയിൽ നമ്മൾ മേഘാലയയിലെ കുന്നാക്കേവിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഓരോരുത്തരും സുഭാഷെ എന്ന് വിളിച്ചുകൊണ്ട് വേണം പറയാൻ. വരൂ ഗായ്സ്. ആ സുഭാഷ് ഇപ്പൊ എടുത്തിട്ടേക്കുന്നതാ സ്മെല്ല്. അത് 5 സുഭാഷ് എങ്ങാണ്ട് കാണും. ചേച്ചി കിട്ടിയ അതിൽ കൂടെ കയറി പോകണം. ഇനിയും ഉണ്ടോ എക്സിറ്റ് ഉണ്ട് അങ്ങ്. ആൾക്കാർക്ക് പോകാൻ പറ്റാത്തോണ്ട് ഇവിടെ വരെ ഭയങ്കര ഘോരമായ ഒരു കേവിലൂടെയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുഹ, ഇതൊരു കേവാണ് തീർച്ചയായിട്ടും. അത് അല്ല ഒന്നൊന്നര കേവാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാതയിലൂടെയുള്ള യാത്ര. അതെ, ഇടുങ്ങിയ ഇടുങ്ങിയ വഴി കൂടെ നമ്മുടെ സുഹൃത്തായ അനുമോൻ എങ്ങനെ കടക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതോ റഫീഖിന്റെ വയറ് തട്ടുമോ എന്ന് നമുക്ക് ഇന്നറിയാം. രണ്ടും നടിയിലും അനുവിന്റെ കുണ്ടി സക്സസ്ഫുൾ. റഫീഖിന്റെ കുണ്ടി പിടിച്ചോണ്ട് പോവാണ്. ആശികനെ കുണ്ടി കൂടെ ആരെങ്കിലും പിടിതാ തലമുക്കല്ലേ ഇവിടെ കേറിട്ട് തലേ നോക്കല്ലേ ഇങ്ങോട്ട് പോടാ. മേലോട്ട് ഇറങ്ങിയുണ്ടോ? ഇങ്ങോട്ട് അടിച്ചേ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് അടിച്ചേ. വിഷ്ണു കേറേ അങ്ങോട്ട് പോവല്ലേ? അല്ല ഇങ്ങോട്ട് അടിച്ച് റേറ്റടി കാണീര്. കണ്ട തുരങ്ക പാതയാണ് അങ്ങോട്ട്. പക്ഷെ പോകാനുള്ള നമുക്ക് അനുവാദം ഇല്ല. കാരണം വെച്ചാൽ അവിടെ ലൈറ്റും കൊടുത്തിട്ടില്ല. ലൈറ്റ് കൊടുക്കാത്ത പാതയിൽ നമ്മൾ പോയാൽ നമ്മൾ നമ്മൾ വേറെ റൂട്ട് ലൈറ്റ് ലൈറ്റ് ഉള്ള വഴി നമ്മൾ ഫോളോ ചെയ്ത് പോവാ. കമലഹാസന്റെ പടം ഷൂട്ട് ചെയ്ത് അവിടെയാണെന്ന് അനുമോൻ പറയുന്നുണ്ട്. നോക്കാം. അതവന്റെ അച്ഛന്റെ എടുക്കാൻ വന്നേരിക്കും. അത് ശരിയായിരിക്കും. ആ അച്ഛൻ 1-2 എടാ റഫീഖെ ഫോൺ ഹോൾഡ് ചെയ്യും. ഇവിടെ സ്ലിപ്പർ അവൻ വണ്ടി കൂടെ ഇടാ. വിഷ്ണുവിന്റെ ഇതാ മാസ്മരികമായ എൻട്രി. ഇതാണ് വെള്ളമൊക്കെ തെറിക്കുന്നുണ്ടോ വിഷ്ണു ഇറങ്ങിയപ്പോ? ഈ പുറ്റൊക്കെ കണ്ട? ഇത് പുറ്റ്. ഇതാണ് പുറ്റ്. കണ്ടോ ഒന്നൊന്നര പുറ്റ. ഞങ്ങൾ ചെറിയ പാലത്തിലൂടെ ഇവിടുന്ന് വീഴുന്ന ഓരോ തുള്ളി വെള്ളത്തിനും ഐസ് കട്ടയുടെ കൂടെ പോകുന്നതാണ് സേഫ്. എന്തിന്റെ ഇടയിൽ കൂടെ പോകാനായിരുന്നു ആശയം. ഇതില് നേരത്തെ ഈ ഗുഹയ്ക്കകത്തൂടെ നേരത്തെ റിവർ പാസ് ചെയ്യുന്നതാണ് പണ്ടുള്ളവര് പറഞ്ഞു ഇട്ടിരിക്കുന്നത്. എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല നമുക്ക്. അങ്ങനെയാണ് യൂട്യൂബേഴ്സ് പറഞ്ഞത്. പക്ഷെ ഏകദേശം ഈ താഴത്തെ വശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ഇതിന് പ്രത്യേകത ഉണ്ട്. ഇങ്ങോട്ട് കാണിക്കാൻ കാണാം 1-2 തുട്ടടക്കുന്നത്. ആരെങ്കിലും പറക്കിട്ടോന്നും കിട്ടില്ല. മരം തരുന്ന വളമായിരിക്കും. നോക്കോട്ട് കടക്കുന്നുണ്ടോ നോക്ക്. കുനിഞ്ഞ് തപ്പിയിട്ട് പറയടാ നിന്റെ സ്വർണ്ണമോതിര പോയെന്ന്. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. നമ്മൾ സൂക്ഷിച്ച് കയറി പോകണം കേട്ടോ. ഇല്ല തെന്നി വീണ് കൈ കാണാൻ കൂടി ഞാൻ വളരെ വിഷ്ണു നീ എങ്ങനെ വരും? നീ ഫോൺ മേടിച്ചാലേ ഞാൻ വരത്തുള്ളൂ. സുഭാഷേ സുഭാഷേ ആശികാരെ ചെരുപ്പന്നെ വരൂ, കിടന്നു വരൂ. വിഷ്ണുവിന്റെ മാസ്മരികമായ അങ്ങനെ വലിയൊരു അഡ്വഞ്ചർ നമ്മള് ഇനി അഡ്വഞ്ചർ നമ്മളെ കാത്തിരിക്കുകയാണ്. ഇനിയും പെടലി കഴുത്ത് തോളൊക്കെ പോലെ തോന്നി. ഒരു പാമ്പ് തലവത്തിരിക്കുന്ന ഇതൊരാടെ തല. എടാ ഇവിടുന്ന് ഫോട്ടോ എടുക്കണം. എന്താടാ KL-23 വേറെ എന്തോ ആഷിഖ് റഫീഖ് അനുമോൻ. നിന്റെ കാര്യം പള്ളിക്കാരുടെ അഭിമാനമായ 4 യുവാക്കൾ. ഇവിടെ KL-23 അത് മായ്ച്ചു കളഞ്ഞു. വെള്ളം ഒഴിക്കൂ. KL-23 നമ്മളിവിടെ വന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ഇത്
വരച്ചത് നമ്മുടെ വിഷ്ണു ഗോപാൽ. അതെ. ആർട്ടിസ്റ്റ്. ബാക്കി ഞങ്ങൾ കമോൺ. ഡീപ്പിലാണ്. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ഡീപ്പായിട്ടുണ്ട്, പക്ഷേ റൂട്ട് മാപ്പ് കറക്റ്റ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് ഇവിടം വരെ പോകാനുള്ള എനിക്കൊന്ന് നീമാറെ രണ്ടാമത്തെ എക്സിറ്റ് ഇതായിരുന്നു തോന്നുന്നു. നീ ഫോട്ടോ എടുക്കാൻ പറഞ്ഞെടുത്ത് തന്നെ എത്തുമായിരിക്കും. വളരെ നല്ല ഗെയിമായിരുന്നു. നമുക്ക് അതിന്റെ അപ്പുറത്തൂടെ വേറെ ഇവിടെ കയറാനുള്ള അനുവാദം ഇല്ല. അവിടെ കയറണമെങ്കിൽ പ്രത്യേക തരം എക്യുപ്മെന്റ്സും കാരണം ഉണ്ടാവും. 30 രൂപ കൊടുത്ത് നമ്മൾ ആദ്യം കയറിപ്പോൾ വിചാരിച്ച് വലുതായിട്ടൊന്നും കാണത്തില്ലെന്ന്. പക്ഷേ അകത്തോട്ട് അത്യാവശ്യം നല്ല എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ആ വഴികളാണെങ്കിലും വഴികളും ആ ഒരു സ്റ്റാർട്ട് വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീഴുന്ന ഒരു ഇതും അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നൈസ് എക്സ്പീരിയൻസ് ആണ്. അതിന് തൊട്ടിപ്പുറം തന്നെ നമ്മൾ എക്സിറ്റ് അടിക്കുമ്പോൾ തൊട്ടിപ്പുറം തന്നെ വേറൊരു എൻട്രൻസ് ഉണ്ട്. പക്ഷെ അതിലെ കൂടെ നമുക്ക് കയറാൻ പറ്റത്തില്ല, അനുവാദമില്ല. അതിന് സ്പെഷ്യലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ കേവ്സിന് വേണ്ടി മാത്രം കയറാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മളെപ്പോലുള്ളവർ പോയി കുടുങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും. പക്ഷെ നമ്മൾ തിരിച്ചു പോകണല്ലേ. അത് നമ്മൾ വളരെ ചെറിയ നാരമായിട്ടുള്ളൊരു പാസേജ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മേലോട്ട് ആ പാസേജ് തന്നെ മേലോട്ട് പോകും. നമുക്കത് കയറണമെന്നുണ്ടെങ്കിൽ സ്ലിപ്പറി ആയിരിക്കും ഭയങ്കര. കൈ ഗ്ലൗസും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് കയറാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ നൊക്കാലിക്കൽ ഫാൾസിന്റെ എൻട്രി. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. വാട്ടർഫാൾ കാണാൻ വന്ന നമ്മളാണ്. ഫോഗ് കാരണം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. ഫുള്ള് ഫോഗാണ്. നമ്മളങ്ങനെ നൊക്കാരിക്ക വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഇത് തന്നെ പറയണമെന്ന് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ നൊക്കാരിക്ക വാട്ടർഫാൾസ് നോക്കൂ, വെള്ളച്ചാട്ടം ഏതാണെന്ന് കാണാൻ പോലും പറ്റാത്തതൊക്കെ ഉള്ള. അതെ, വാട്ടർഫാൾ എവിടെ നോക്കൂ. മൊത്തം മഞ്ഞ് കൊണ്ടിട്ട് ഒന്നും കാണാൻ വയ്യ. ആകാശം ഏതാ, ഭൂമി ഏതാന്ന് അറിയാൻ പറ്റാത്തതൊക്കെയുള്ള കോട. ഇന്ത്യയിലെ മൂന്നാമത്തെ ഹൈയസ്റ്റ് വാട്ടർഫാൾസ് എന്നാണ് പറയുന്നത്. സംഭവം ഹൈയസ്റ്റ് ആണെന്ന് തോന്നുന്നു, പക്ഷേ സൗണ്ട് കേൾക്കാം, വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാം. പക്ഷെ വെള്ളച്ചാട്ടം കാണാൻ മൂന്നാമത്തെ ആയിരിക്കും. കാര്യം നമ്മള് 1ഉം 2ഉം കേട്ടതിനകത്ത് സൗണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു. അപ്പൊ മൂന്നാമത്തേനകത്ത് കുറവുണ്ട്. മൂന്നാമത്തെ ആയിരിക്കും. സഹോദരിമാരും ചതിച്ചു, അതെ, ഇറങ്ങിയപ്പോ ഓട്ടോക്കാരൻ പറ്റിച്ച്, അത് കഴിഞ്ഞിട്ട് ടാക്സിക്കാരൻ പറ്റിച്ച്, അത് കഴിഞ്ഞിട്ട് ആരാ പറ്റിച്ച്, പച്ചക്കറിക്കട പറ്റിച്ച്, കുഞ്ഞല്ലായിരുന്നു. വാട്ടർഫാൾസും പറ്റിച്ച്. നമ്മളങ്ങനെ വണ്ടി ഒതുക്കിട്ട് എന്തിനു പോവുകയാണ്? ഫുഡ് കഴിക്കാൻ. നമ്മൾ ഏറ്റവും നല്ല വ്യൂ നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ഒലിക്കുന്ന സ്ഥലത്ത് കണ്ടോ, നല്ല ശുദ്ധമായ ജലം, ജലത്തിൽ കൈയും കഴുകി കൈ കഴുകി സ്പൂൺ കൊണ്ട് ഓട്സ് കുടിക്കാൻ പോകുന്നു. കാരണം വെള്ളം കണ്ട ആൾക്കാരും കൈ ഇടാൻ തോന്നിപ്പോയി. അത്രയും നല്ല ശുദ്ധമായ പരിശുദ്ധമായ വെള്ളമാണ്. കണ്ടറിയാം, തണുപ്പുണ്ടോ? തണുപ്പുണ്ടോടാ? നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്പോട്ടാണിത്. ഇവിടെ ഫുഡിൻ്റെ ചെറിയ പ്രിപ്പറേഷൻ നടക്കാണ്. ചെറിയ വഴക്ക്.
റൂട്ടിലാണ് പോകാൻ പോകുന്നത്. അവിടത്തേക്കുള്ള വഴി തന്നെയാണ്. ഏകദേശം എല്ലാം കൂടെ ഒരുമിച്ചാണ്, ഒരു പ്ലേസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോയ വാട്ടർഫാൾസും ഈ കാണാൻ പോയ കേവും എല്ലാം ഒരു മലമുകളിൽ തന്നെയാണ്. പല വഴിയായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. വില്ലേജിലേക്ക് പോവുകയാണ്. വഴി വെച്ചതാണ്ട് വഴി ചോദിക്കേണ്ട ചേട്ടൻ പറഞ്ഞു വില്ലേജിലേക്കാണോ കൂടിക്കോ, പുറകേക്ക് വന്നോളാം. അങ്ങനെ നമ്മൾ പുറകെ പോവാണ്. വഴി അടിപൊളി വഴി. ഒരു വണ്ടി ഒരു ഇങ്ങോട്ട് പാസ് ചെയ്തില്ല, അങ്ങോട്ട് പാസ് ചെയ്തില്ല. പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളൂ. ചെമ്പനൊന്നും വരും. നമ്മുടെ ഹിൽ സ്റ്റേഷനിൽ കുറച്ചും കൂടെ കയറിയപ്പോഴത്തേക്ക് തണുപ്പൊന്ന് കുറഞ്ഞിരുന്നതാ. ഇവിടെ നല്ല പോയി ഇറങ്ങി. ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിവിടെ വരുമ്പം ഹാഫ് സ്ലീവ് ഷർട്ട് ഇതുപോലത്തെ ചൂടുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ടത്തിൽ ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ്? എന്താ എവിടെ എനിക്കറിയത്തില്ല. നമ്മൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ഉള്ള വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ആ ബ്രിഡ്ജിന്റെ പേര് പറ. ഡബിൾ നമ്മൾ ടക്കർ 3500 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നേരെ താഴോട്ട് പോവുകയാണ്. നമ്മളൊരു വടിയൊക്കെ മേടിച്ചിട്ടുണ്ട്, റെൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതാ പോവാം.